മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ട് വരുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജയ ഗണേഷ്. UMF എന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡ്രീംസ് ആൻഡ് ബിയോണ്ട്സ് എന്ന് പറഞ്ഞാൽ രഞ്ജിത് ശങ്കർ ഈ പടത്തിൻ്റെ റൈറ്റർ ഡയറക്ടറിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നിലൊരു മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ഈ സിനിമ ഏപ്രിൽ 11 തിയേറ്ററിൽ ലോകം മുഴുവനും ഈ സിനിമ റിലീസാണ്. നിങ്ങളെല്ലാവരും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് കൊടുത്തായി സ്നേഹം ഞാൻ ഇന്ന് കണ്ടു. ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ. ആൻഡ് ഐ റിയലി വിഷ് ദാറ്റ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ ഏപ്രിൽ 11 കുടുംബസമേതം പോയി കാണുന്നു. ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. ഈ സിനിമ എന്തായിരിക്കുന്നത്, ഇതിൽ ഞാൻ സൂപ്പർ ഹീറോ ആണോ, ഒരു സാധാരണ വ്യക്തിയാണോ, അത് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ആണ്, നല്ല സിനിമയാണ്. ഒരു സിനിമയായിട്ട് നിങ്ങൾ കണ്ട് ഇതിനെ വിജയിപ്പിക്കണം. ഒരു സിനിമ ചെയ്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ ചില നടന്മാരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. എനിക്കങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയ ഗണേഷ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് സംഭവിച്ചത്. ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ രഞ്ജിത് ശങ്കറിനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സിനിമ റിലീസായിട്ടില്ല, എന്നാലും ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു നല്ല സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും നല്ല രീതിയിൽ സിനിമ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്ദു ചേട്ടൻ വർക്ക് ചെയ്തു, അശോകൻ ചേട്ടൻ, ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. വെരി ഹാപ്പി ദാറ്റ് ജയ ഗണേഷിൻ്റെ പ്രൊമോഷന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിലും സന്തോഷം. താങ്ക് യു ലുലു ഫോർ ഹാവിങ് അസ് ഹിയർ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു. ജയ ഗണേഷിൻ്റെ ഇപ്പോൾ ടീസറും ഒരു സോങ്ങും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആഡിയൻസിന് ശേഷം എനിക്ക് റിലീസാകാൻ പോകുന്ന സിനിമയാണ് ജയ ഗണേഷ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജിത് സാറാണ്, രഞ്ജിത് ശങ്കർ. വെരി സെൻസിബിൾ ഡയറക്ടർ. ഇതിലൊരു സ്പെഷ്യലി ഏബിൾഡായ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായി ഉണ്ണി ചെയ്തിട്ടുണ്ട്. ആൻഡ് നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് ജോമോൾ ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി.